ഹരി ഓം. എല്ലാവർക്കും നാരായണീയൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 50ാമത്തെ ദശകം ആണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ആദ്യ 5 ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നമ്മൾ നോക്കി. അപ്പോൾ നമുക്ക് ഇന്ന് അതിൽ ബാക്കിയുള്ള 5 ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനം നോക്കാം. അപ്പോൾ ചൊല്ലി തുടങ്ങുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തരളമധുകൃദ്വൃന്തേ വൃന്ദാവനേത മനോഹരേ പശുപശിശുഭിസാഖം വത്സാനുപാലനലോലുപ ഹലധര സഖോ ദേവ ശ്രീമൻ വിചേരിതധാരയൻ ധവലമുരളീവേത്രം നേത്രാഭിരാമതനുദ്യുതി വിഹിതജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദദതി ചരണദ്വന്ദ്വം വൃന്ദാവനേ ത്വയി പാവനേ കിമിവി ന ഭവൗ സമ്പത്സംപൂരിതം തരുവല്ലരീ സലിലധരണീ ഗോത്ര ക്ഷേത്രാതികം കമലാപതേ വിലസതുലപേ കാന്താരാന്തേ സമീരണശീതളേ വിപുലയമുനാതീരേ ഗോവർദ്ധനാചലമൂർധസു ലളിതമുരളീനാഥ സഞ്ചാരയൻ ഖലു വാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സാകൃതിം ത്വമുദൈക്ഷത രഭസവിചലത്പുച്ഛം വിച്ഛായതോസ്യ വിലോകയൻ കിമപി വലിതസ്കന്ധം രന്ധ്രപ്രതീക്ഷമുദീക്ഷിതം തമദചരണേ ബിഭ്രദ്വിഭ്രാമയൻ മുഹുരുച്ചകൈ കുഹചന മഹാവൃക്ഷേ ചിക്ഷേപിതക്ഷതജീവിതം നിപതതി മഹാദൈത്യെ ജാത്യാദുരാത്മനി തത്ക്ഷണം നിപതനജവക്ഷുണ്ണക്ഷോണീരുഹക്ഷതകാനനേ ദിവി പരിമിളദ്വൃന്ദ വൃന്ദാരകാകുസുമോത്കരൈ ശിരസി ഭവതോ ഹർഷാത് വർഷന്തി നാമ തദാഹരേ. ഇനി 6ാമത്തെ ശ്ലോകം ചൊല്ലാം. സുരഭിലതിമാമൂർധന്യൂർധ്വം കുതഃ കുസുമാവലീ നിപതതി തവേത്യുക്തോ ഭാലൈ സഹേലമുദൈരയ ഛടിദിതനുജക്ഷേപേണോർധ്വംഗതസ്തരുമണ്ഡലാത് കുസുമനികരസോയം നൂനം സമേതി ശനൈരിതി. ഒന്നുകൂടി ചൊല്ലാം. സുരഭിലതിമാമൂർധന്യൂർധ്വം കുതഃ കുസുമാവലീ നിപതതി തവേത്യുക്തോ ബാലൈ സഹേലമുദൈരയ ഛടിദിതനുജക്ഷേപേണോർധ്വംഗതസ്തരുമണ്ഡലാത് കുസുമനികരസോയം നൂനം സമേതി ശനൈരിതി. 6ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ ചൊല്ലിയ 5 ശ്ലോകങ്ങളുടെയും വ്യാഖ്യാനം ഒന്ന് ചുരുക്കി നോക്കാം. വൃന്ദാവനത്തിലേക്ക് കണ്ണനും ബലരാമനും അവരെ കുടുംബങ്ങളും, അതായത് എല്ലാ ഗോപന്മാരും ഗോപസ്ത്രീകളും ഒക്കെ താമസം മാറ്റിയതിന് ശേഷമുള്ള കാര്യങ്ങളാണ് 50ാമത്തെ ദശകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 50ാമത്തെ ദശകത്തിൻ്റെ പ്രമേയം വത്സാസുരൻ്റെയും ബകാസുരൻ്റെയും വധമാണ്. അപ്പോൾ 5 ശ്ലോകങ്ങൾ നമ്മൾ ചൊല്ലിക്കഴിയുന്ന സമയത്ത് വത്സാസുരൻ്റെ വധം കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ആദ്യ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് പറയുന്നത് വൃന്ദാവനത്തിൻ്റെ ഭംഗി ഒന്നുകൂടി പറയുകയാണ്. ഇളകിപ്പറക്കുന്ന വണ്ടുകളുടെ കൂട്ടങ്ങളുള്ള വൃന്ദാവനത്തിൽ കൊമ്പ്, വേണു, ഓടക്കുഴൽ എന്നിവ കൊണ്ട് ആരെയും ആകർഷിക്കുന്ന ശരീരകാന്തി കൊണ്ട് ബലരാമനോടൊപ്പം ഭഗവാൻ ഇങ്ങനെ പശുക്കളെ മേയ്ക്കുന്നതിൽ തൽപരനായിട്ട് നടന്നു എന്നാണ് പറയുന്നത്.
അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ശ്രീയോട് കൂടിയ ഭഗവാനെ, അല്ലേ, മഹാലക്ഷ്മിയെ നെഞ്ചിൽ ഏറ്റുന്ന ആളാണ് ഭഗവാൻ. മഹാലക്ഷ്മി ഭഗവാന്റെ നെഞ്ചിലാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത് എന്ന് പറയൂ, അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ കാലെടുത്ത് വെച്ചതോടുകൂടി വൃന്ദാവനത്തിലെല്ലാം സമ്പദ് സമൃദ്ധി കൊണ്ട് നിറഞ്ഞു എന്നാണ് പറയുന്നത്. ഭൂമി, വള്ളി, വയലുകൾ, അങ്ങനെ എല്ലാം അവിടെ ഉണ്ടായിരുന്ന പ്രകൃതി മുഴുവനും സമ്പദ് സമൃദ്ധമായി തീർന്നു എന്നുള്ളതാണ് പറയുന്നത്. മനോഹരമായ പുല്ലുള്ള കാനനത്തിലും നല്ല തണുത്ത കാറ്റ് വീശുന്ന യമുനാ തീരത്തും ഒക്കെ ഇങ്ങനെ ആ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ പശുവിനെ മേയിച്ച് നടക്കുന്ന സമയത്ത് ഈ പശുക്കളുടെ കൂട്ടത്തിൽ പശുക്കളുടെ തന്നെ രൂപം ധരിച്ച ഒരു അസുരനെ ഭഗവാൻ കാണുകയുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ നാലാമത്തെ ശ്ലോകത്തിലാണ് അത് വത്സാസുരനാണ് എന്ന് പറയുന്നത്. അപ്പോൾ അല്പം ഇങ്ങനെ നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ വാലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, തലയിങ്ങനെ വെട്ടിച്ച് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ആ പശുക്കുട്ടികളുടെ കൂട്ടത്തിലുള്ളതല്ല എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഭഗവാന് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഭഗവാൻ അറിയാലോ എല്ലാം. അപ്പോൾ അങ്ങനെ അത് വത്സാസുരനാണ് എന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ ഭഗവാൻ ഒന്നും ചെയ്തില്ല, ചെന്നിട്ട് ആ പശുക്കുട്ടിയുടെ രണ്ട് പുറകിലെ കാലുകളും കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് കറക്കി ഒരൊറ്റ അങ്ങോട്ട് വെച്ചു കൊടുത്തു. ഒരു വൃക്ഷത്തിൻ്റെ മേലേക്കാണ് ചെന്ന് വീഴുന്നത്. അപ്പോൾ അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, എല്ലാവരുടെയും സങ്കടങ്ങൾ ഹനിക്കുന്ന ഭഗവാനെ, അങ്ങനെ ഭഗവാൻ ആ വത്സാസുരനെ അവിടെ എറിഞ്ഞ സമയത്ത് ആ വൃക്ഷത്തോടു കൂടി ആ അസുരൻ നിലം പതിക്കുകയാണ്. നിലം പതിക്കുമ്പോൾ അവിടെ അല്പം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് നിലം പതിക്കുന്നത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ വീണ സമയത്ത്, വത്സാസുരൻ്റെ വധം സംഭവിച്ച സമയത്ത് സ്വതവേ ദുഷ്ട മനസ്സാണ് ഈ അസുരന്. അപ്പോൾ ആ അസുരൻ്റെ വധം നടന്നു എന്നറിഞ്ഞപ്പോൾ ദേവന്മാരൊക്കെ സന്തോഷം കൊണ്ട് പുഷ്പവൃഷ്ടി നടത്തി എന്ന് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്ന് നോക്കാം. ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തിയെന്ന് നമ്മൾ അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ. ആ പുഷ്പവൃഷ്ടി നടത്തിയപ്പോൾ ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്ന ഗോപകുമാരന്മാർക്കൊക്കെ അതിശയം തോന്നി. അതായത് എവിടെ നിന്നാണ് ഈ പൂക്കൾ വീഴുന്നത്? ഭഗവാന്റെ മേലെ കൂടെ ഇങ്ങനെ പൂക്കൾ വീഴുന്നുണ്ട്, ഇത് എവിടെ നിന്നാണ് വീഴുന്നത് എന്നവർക്ക് അതിശയം തോന്നി. അപ്പോൾ അവർ നിഷ്കളങ്കരായ ബാലന്മാരാണ്. അവരതേപോലെ തന്നെ ഭഗവാനോട് ചോദിക്കുകയും ചെയ്തു, എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഈ പൂക്കൾ വരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ അല്പം പരിഹാസമായി എന്നാൽ യുക്തിക്ക് നിരക്കുന്നതുമായ ഒരു മറുപടി കൊടുത്തു. എന്താ പറഞ്ഞതെന്നറിയോ? ഈ അസുരനെ ഇങ്ങനെ മുകളിലേക്ക് എടുത്തെറിഞ്ഞുല്ലോ, വൃക്ഷത്തിൻ്റെ മേലേക്ക് എടുത്തെറിഞ്ഞു. അപ്പോൾ ആ വൃക്ഷത്തിലുണ്ടായിരുന്ന പൂക്കൾ ആ അസുരൻ വന്ന് വീഴുന്ന ആ ഫോഴ്സിൽ മേലേക്ക് ഇങ്ങനെ പോയി, പൂക്കൾ തെറിച്ചു പോയി. ആ പൂക്കളാണ് എൻ്റെ മേലേക്ക് വീഴുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാൻ പറഞ്ഞത് യുക്തിക്ക് നിരക്കുന്നതുമാണ്. കാരണം ആ ഗോപബാലന്മാർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, വൃക്ഷങ്ങളിൽ പൂക്കളുണ്ട്, അസുരൻ വന്ന് വീണപ്പോൾ ആ പൂക്കളിങ്ങനെ ആ വീഴുന്ന ഫോഴ്സിൽ അതിങ്ങനെ മേലേക്ക് പോയി, അത് ഭഗവാന്റെ മേലേക്ക് വീണത്, അതാ കൃഷ്ണൻ്റെ മേലേക്ക് വീണത് എന്ന് ചിന്തിക്കുകയും ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ ആറാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തിയ സമയത്ത് ഭഗവാന്റെ മേലെ വീഴുന്ന പുഷ്പങ്ങൾ കണ്ട് സംശയത്തോടു കൂടി ഗോപകുമാരന്മാർ ചോദിച്ചു, എവിടെ നിന്നാണ് കൃഷ്ണ ഈ പൂക്കൾ വീഴുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ അല്പം പരിഹാസത്തോടു കൂടി എന്നാൽ യുക്തിക്ക് നിരക്കുന്നതുമായ മറുപടി കൊടുത്തു. ആ അസുരനെ വലിച്ചെറിഞ്ഞ സമയത്ത് ആ വൃക്ഷത്തിൻ്റെ മേലെ ഉണ്ടായിരുന്ന, ആ വൃക്ഷത്തിലുണ്ടായിരുന്ന പൂക്കൾ മുകളിലേക്ക് തെറിച്ചു പോയി, അവ താഴേക്ക് വീഴുന്നതാണ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചൊല്ലാം. ക്വചന ദിവസേ ഭൂയോ ഭൂയസ്തരേ പരുഷാതപേ തപനതനയാ പാത പാതും ഗതാ ഭവദാധയ ചലിതഗരുതം പ്രേക്ഷ്യാമാസുർഭകം ഖലു വിസ്മൃതം ക്ഷിതിതരഘരുച്ഛേദേ കൈലാസശൈലമിവാപരം. ഒന്നുകൂടി ചൊല്ലാം. ക്വചന ദിവസേ ഭൂയോ ഭൂയസ്തരേ പരുഷാതപേ തപനതനയാ പാത പാതും ഗദാ ഭവദാധയ ചലിതഗരുതം പ്രേക്ഷ്യാമാസുർഭകം ഖലു വിസ്മൃതം ക്ഷിതിതരഘരുച്ഛേദേ കൈലാസശൈലമിവാപരം. ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, ഒരു ദിവസം
വൃന്ദാവനത്തിൽ അതികഠിനമായിട്ടുള്ള ചൂട് അനുഭവപ്പെട്ടു. ഈ ശ്ലോകം മുതൽ ബകാസുരൻ്റെ കഥയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതികഠിനമായ ചൂട് അനുഭവപ്പെട്ടു. അപ്പോൾ കൃഷ്ണനും കൂട്ടരുമൊക്കെ യമുനയുടെ തീരത്ത് ചെന്ന് കാളിന്തി ജലം കുടിക്കാനായിട്ട് ചെന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ഭീമാകാരനായ വലിയ ചിറകുകളുള്ള ഒരു കൊക്ക് പറന്നിറങ്ങുന്നത് കാണുകയുണ്ടായി. അപ്പോൾ ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയാണ്, പർവ്വതങ്ങൾക്ക് ചിറക് മുറിക്കാൻ മറന്നുപോയ ഏതോ ഒരു പർവ്വതമാണോ എന്ന് തോന്നിപ്പിക്കുന്നത് പോലെ, അതായത് മറ്റൊരു കൈലാസ പർവ്വതമാണോ എന്ന് തോന്നിക്കുന്ന അത്രയും ഭീമാകാരനായിട്ടുള്ള കൊക്കാണെന്ന്, അതായത് ഒരു പർവ്വതം തന്നെ പറന്നിറങ്ങുന്നത് പോലെ കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് പിന്നിലൊരു കഥയുണ്ട്. പണ്ട് പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്നു അത്രേ. അപ്പോൾ ആ ചിറക് കൊണ്ട് ഈ പർവ്വതങ്ങൾ ഇങ്ങനെ പറന്ന് ഓരോ ഭവനങ്ങളിൽ ചെന്ന് വീണ് അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ദ്രൻ അവയുടെ ചിറക് മുറിച്ചു കളഞ്ഞു. അതിനുശേഷമാണ് പർവ്വതങ്ങൾ ഒരു സ്ഥാനത്ത് സ്ഥിരമായിട്ട് നിൽക്കാൻ തുടങ്ങിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ദ്രൻ മുറിക്കാൻ മറന്നുപോയ ഏതെങ്കിലും പർവ്വതമാണോ എന്ന് തോന്നിക്കുന്നത്ര. അപ്പോൾ അത് നമ്മളോട് ഇങ്ങനെ ഉപമിച്ച് പറഞ്ഞിരിക്കുന്നത് അത് എത്രത്തോളം ഭീമാകാരനാണ് അല്ലെങ്കിൽ എത്രത്തോളം വലുതാണ് എന്ന് കാണിക്കാനാണ്. അപ്പോൾ 7ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഒരു ദിവസം വൃന്ദാവനത്തിൽ അതികഠിനമായ ചൂട് അനുഭവപ്പെട്ടപ്പോൾ കാളിന്തി ജലം കുടിക്കാനായി കൃഷ്ണനും കൂട്ടനും കൂടി യമുനയുടെ തീരത്തെത്തി. അപ്പോൾ അവിടെ അങ്ങനെ വെള്ളം കുടിച്ചു നിൽക്കുന്ന സമയത്ത് അതിഭീമാകാരനായിട്ടുള്ള വലിയ ചിറകുകളുള്ള ഒരു കൊക്ക് പറന്നിറങ്ങുന്നതായിട്ട് കണ്ടു. അപ്പോൾ പണ്ട് മുറിക്കാൻ മറന്നുപോയ ചിറകുകളുള്ള ഏതോ ഒരു പർവ്വതമാണോ എന്ന് തോന്നിപ്പിക്കുമാറ് ഭീമാകാരനായിരുന്നു ആ കൊക്ക് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം ചൊല്ലാം. പിബതി സലിലം ഗോപവ്രാതേ ഭവന്ധമഭിദ്രുത സകില നിഖിലന്നഗ്നിപ്രഖ്യം പുനർദ്രുതമുദ്വമൻ ദലയിതുമകാത്രോട്യാ കോട്യാ തഥാശു ഭവാൻ വിഭോ ഖലജനഭിതാ ചുഞ്ചുശ്ചഞ്ചു പ്രഗൃഹ്യ ദധാരതം. ഒന്നുകൂടി ചൊല്ലാം. പിബതി സലീലം ഗോപവ്രാതേ ഭവന്ധമഭിദ്രുത സകില നിഖിലന്നഗ്നിപ്രഖ്യം പുനർദ്രുതമുദ്വമൻ ദലയിതുമഘാത്രോട്യാ കോട്യാ തഥാശു ഭവാൻ വിഭോ ഖലജനഭിതാ ചുഞ്ചുശ്ചഞ്ചു പ്രഗൃഹ്യ ദധാരതം. 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇടയെ കുട്ടികളൊക്കെ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ അതികഠിനമായിട്ടുള്ള ചൂട് അനുഭവപ്പെട്ടു. അപ്പോൾ വെള്ളം കുടിക്കാനാണ് കാളന്തിയുടെ തീരത്ത് പോയതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൊക്ക് ബകാസുരനാണ്. ബകാസുരൻ ഭഗവാന്റെ നേർക്ക് അങ്ങ് പാഞ്ഞെടുത്തു എന്നാണ് പറയണം. പാഞ്ഞെടുത്ത് നിമിഷ നേരം കൊണ്ട് ഭഗവാനെ വിഴുങ്ങി. അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട് അഗ്നിസമനാണ് ഭഗവാൻ എന്ന്. അതായത് ഭഗവാനെ വിഴുങ്ങിക്കഴിഞ്ഞാൽ തീ പോലെ പൊള്ളിപ്പോവും വായ. അപ്പോൾ അങ്ങനെ അഗ്നിസമനായിട്ടുള്ള ഭഗവാനെ വിഴുങ്ങിയത് കൊണ്ട് ആ പൊള്ളലേറ്റതിനാലാവാം പെട്ടെന്ന് തന്നെ കക്കിയിട്ടു. അതായത് ഭഗവാൻ ഉള്ളിലേക്ക് വിഴുങ്ങി അപ്പം തന്നെ ഭഗവാനെ പുറത്തേക്ക് ആക്കുകയും ചെയ്തു, ഛർദ്ദിച്ചിടുകയും ചെയ്തു. അങ്ങനെ പുറത്തേക്ക് കക്കിയിട്ടു. അങ്ങനെ കക്കിയിട്ട് ഭഗവാനെ വിടാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പിന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് മൂർച്ചയുള്ള ആ കൊക്കിൻ്റെ തലപ്പ് കൊണ്ട് കൊത്താൻ വേണ്ടി ഭഗവാന്റെ അടുത്തേക്ക് വീണ്ടും പാഞ്ഞെടുത്തു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു എന്നറിയോ? ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, ദുഷ്ടന്മാരെ ഭേദിക്കുന്നതിൽ സമർത്ഥനായ അല്ലെങ്കിൽ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിൽ സമർത്ഥനായ ഭഗവാനെ അങ്ങ് എന്ത് ചെയ്തു? ആ കൊക്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് പിളർന്നു. അവനെ തന്നെ രണ്ടായിട്ട് പിളർത്തി നിമിഷ നേരം കൊണ്ട് അവനെയും വധിച്ചിട്ടു. അതായത് അവനെയും കൊന്നിട്ടു. അതാണ് 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. 8ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഇടയെ കുട്ടികൾ കൂട്ടം കൂട്ടമായിട്ട് ജലം കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ബകാസുരൻ ആ വലിയ കൊക്ക് ഭഗവാന്റെ അടുത്തേക്ക് ആക്രമിക്കാനായി പാഞ്ഞെടുത്തു. നിമിഷ നേരം കൊണ്ട് ഭഗവാനെ വിഴുങ്ങി. എന്നാൽ തീ പോലെ വായ പൊള്ളിപ്പോയതിനാലാവാം അപ്പോൾ തന്നെ കക്കിയിട്ടു. എന്നിട്ട് വീണ്ടും ആക്രമിക്കാനായി മൂർച്ചയേറിയ കൊക്കുകൊണ്ട് ഭഗവാന്റെ നേർക്ക് പാഞ്ഞെടുത്തപ്പോൾ അസുരന്മാരെ ഭേദിക്കുന്നതിൽ അല്ലെങ്കിൽ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിൽ സമർത്ഥനായ ഭഗവാൻ ആ കൊക്ക് ഇങ്ങനെ രണ്ടും കൂട്ടി പിടിച്ചിങ്ങനെ പിളർന്ന്
അവനെ തന്നെ രണ്ടായി പിളർത്തി വധിച്ചിട്ടു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം ചൊല്ലാം. സപതി സഹജാം സന്ദൃഷ്ടും വാമൃതാം ഖലു പൂതനാമനുജമഖമപ്യഗ്രേ ഗത്വാ പ്രതീക്ഷിതുമേവ വാ ശമനനിലയം യാതേ തസ്മിൻ ബഖേ സുമനോഗണേ കിരതി സുമനോ വൃന്ദം വൃന്ദാവനാത് ഗൃഹമയ്യതാ. സപതി സഹജാം സന്ദൃഷ്ടും വാമൃതാം ഖലു പൂതനാമനുജമഖമപ്യഗ്രേ ഗത്വാ പ്രതീക്ഷിതുമേവ വാ ശമനനിലയം യാതേ തസ്മിൻ ബഖേ സുമനോഗണേ കിരതി സുമനോ വൃന്ദം വൃന്ദാവനാത് ഗൃഹമയ്യതാ. 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് പൂതനയുടെ അനിയനാണ് ബകാസുരൻ. അപ്പോൾ ഭട്ടതിരിപ്പാട് ഇവിടെ പറയുകയാണ്, പെട്ടെന്ന് തന്നെ മരിച്ച് ജ്യേഷ്ഠത്തിയായ പൂതനയെ അവിടെ ചെന്ന് യമലോകത്ത് ചെന്ന് കാണാനാണോ അതോ അനുജനായിട്ടുള്ള അഘാസുരനെ ഭഗവാൻ ഇനിയും വധിച്ചിട്ടില്ല, അനുജനായിട്ടുള്ള അഘാസുരനെ കാത്തിരിക്കാനാണോ പെട്ടെന്ന് തന്നെ ഈ ബകാസുരൻ യമലോകത്തേക്ക് പോയത് എന്നാണ് ഭട്ടതിരിപ്പാട് അല്പം പരിഹസിച്ചുകൊണ്ട് പറയുന്നത്. അതായത് ബകാസുരനെ വധിച്ചുവല്ലോ, അപ്പോൾ ബകാസുരൻ്റെ ജ്യേഷ്ഠത്തെയാണ് പൂതന നേരത്തെ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ ചെന്നിട്ട് പൂതനെ ജ്യേഷ്ഠത്തെ വേഗം കാണാനാണോ അതോ അനുജനായിട്ടുള്ള അഘാസുരനെ കാത്തിരിക്കുന്നതിനാണോ ആവോ ഇത്ര പെട്ടെന്ന് തന്നെ ബകാസുരൻ യമലോകത്തേക്ക് പോയത് എന്ന് ഭട്ടതിരിപ്പാട് അല്പം പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഈ ബകാസുരൻ്റെ വധം കഴിഞ്ഞപ്പോഴും സ്വർഗ്ലോകത്തു നിന്നും പുഷ്പവൃഷ്ടി ഉണ്ടായി. അങ്ങനെ ഭഗവാനും കൂട്ടരും ഒരു പോറൽ പോലും ഏൽക്കാതെ വൃന്ദാവനത്തിൽ നിന്നും സ്വഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 9ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ, മരിച്ചുപോയ ജ്യേഷ്ഠത്തിയായ പൂതനയെ പെട്ടെന്ന് തന്നെ കാണാനാണോ അതോ അനുജനായിട്ടുള്ള അഘാസുരനെ കാത്തിരിക്കുന്നതിനാണോ ഇത്രയും പെട്ടെന്ന് ബകാസുരൻ യമലോകത്തേക്ക് പോയത് എന്ന് അല്പം പരിഹസിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നു. അങ്ങനെ ഭഗവാൻ കൃഷ്ണനും കൂട്ടരും ഒരു പോറൽ പോലും ഏൽക്കാതെ വൃന്ദാവനത്തിൽ നിന്നും സ്വഗൃഹത്തിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം ചൊല്ലാം. ലളിത മുരളീനാദം ദൂരാനിശമ്യവധൂജനൈസ്ത്വരിതമുപഗമ്യ രാധാരൂഢ മോദമുദീക്ഷിത ജനിത ജനനീ നന്ദാനന്ദ സമീരണ മന്ദിര പ്രതിതവസത്തെ ശൗരേ ധൂരീകുരുഷ്വ മമാമയാൻ. ഒന്നുകൂടി ചൊല്ലാം. ലളിതമുരളീനാദം ദൂരാനിശമ്യവധൂജനൈ സ്ത്വരിതമുപഗമ്യ രാധാരൂഢമോദമുദീക്ഷിത ജനിത ജനനീ നന്ദാനന്ദ സമീരണ മന്ദിര പ്രതിതവസത്തെ ശൗരേ ധൂരീകുരുഷ്വ മമാമയാൻ. 10ാമത്തെ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് പറയുന്നത് ഗുരുവായൂർ എന്ന പ്രസിദ്ധമായ നിവാസ സൗധത്തോടു കൂടിയ ഭഗവാനെ, അല്ലെ, ഗുരുവായൂരിലാണ് ഭഗവാൻ വിളങ്ങിയിരിക്കുന്നത്. അവിടെ ഇരുന്നിട്ടാണ് ഭട്ടതിരിപ്പാട് നാരായണീയം രചിക്കുന്നത്. അപ്പോൾ ഗുരുവായൂർ എന്ന ഈ പ്രസിദ്ധമായ നിവാസ സൗധത്തോടു കൂടിയ ഭഗവാനെ അങ്ങ്, അപ്പോൾ തിരിച്ച് അവരവരുടെ ഗൃഹങ്ങളിലേക്ക് വന്നു എന്നാണല്ലോ പറഞ്ഞത്, അല്ലേ. അപ്പം അങ്ങനെ ഓടക്കുഴൽ വായിക്കുന്ന കണ്ണനെ ഓടക്കുഴലില്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഓടക്കുഴൽ വായിക്കുമ്പോൾ അവിടെയുള്ള ഗോപ സമൂഹങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റും കൂടി നിന്ന് അവരുടെ ഇടയിൽ വളരെ സന്തോഷത്തോടു കൂടി തെളിഞ്ഞ മുഖത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ നിൽക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ അമ്മയായ യശോദയ്ക്കും അച്ഛനായ നന്ദഗോപർക്കും ആനന്ദത്തെ നൽകുന്നു. അങ്ങനെ ആനന്ദം നൽകുന്ന ഭഗവാനെ അങ്ങ് എൻ്റെ എല്ലാ രോഗങ്ങളും ശമിപ്പിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ടാണ് 10ാമത്തെ ശ്ലോകവും അങ്ങനെ 50ാമത്തെ ദശകവും ഭട്ടതിരിപ്പാട് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ 50ാമത്തെ ദശകത്തിലെ അവസാന ശ്ലോകത്തിൽ ഈ കഥയെക്കുറിച്ചോ ബകാസുരൻ്റെ വധത്തെക്കുറിച്ചോ ഒന്നും അല്ല പറയുന്നത്. ഗുരുവായൂരിലെ നിവാസ സൗധത്തോടു കൂടി, ഗുരുവായൂരെന്ന പ്രസിദ്ധമായ നിവാസ സൗധത്തോടു കൂടിയ ഭഗവാനെ
കൃഷ്ണ, അങ്ങ് ഓടക്കുഴൽ വായിക്കുമ്പോൾ ഇങ്ങനെ ഗോപസ്ത്രീകളും ആ ഗോപസമൂഹങ്ങളും മൊത്തം ഇങ്ങനെ ചുറ്റും കൂടി വന്ന് നിൽക്കും. ഗോപസമൂഹം മൊത്തം ഭഗവാന്റെ ചുറ്റും വന്ന് നിൽക്കുമ്പോൾ അതിനിടയിൽ വളരെ സന്തോഷത്തോടു കൂടിയവനായി ഭഗവാൻ നിൽക്കുന്നു. ആ ഭഗവാനെ കണ്ടുകൊണ്ട് ആനന്ദത്തിലാവുകയാണ് അമ്മയായ യശോദയും അച്ഛനായ നന്ദഗോപുരം. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് എന്നെ എൻ്റെ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചാലും അല്ലെങ്കിൽ എൻ്റെ രോഗങ്ങളെ ശമിപ്പിച്ചാലും എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഇന്ന് ചൊല്ലിയ 5 ശ്ലോകങ്ങളും നമുക്കൊന്നുകൂടി ചൊല്ലാം. സുരഭിലതിമാമൂർധന്യൂർധ്വം കുതകുസുമാവലി നിപതതി തവേത്യുക്തോ ഭാലൈ സഹേലമുദൈരയ ഛടിദിതനുജക്ഷേപേണോർധ്വംഗതസ്തരുമണ്ഡലാത് കുസുമനികരസോയം നൂനം സമേതി ശനൈരിതി ക്വചന ദിവസേ ഭൂയോ ഭൂയസ്തരേ പരുഷാതപേ തപനതനയാ പാത പാതും ഗതാ ഭവദാധയ ചലിതഗരുതം പ്രേക്ഷ്യാമാസുർഭകം ഖലു വിസ്മൃതം ക്ഷിതിതരഘരുച്ഛേദേ കൈലാസശൈലമിവാപരം പിബതി സലിലം ഗോപവ്രാതേ ഭവന്ധമഭിദ്രുത സകില നിഖിലന്നഗ്നിപ്രഖ്യം പുനർദ്രുതമുദ്വമൻ ദലയിതുമഗാത്രോട്യാ കോട്യാ തഥാശു ഭവാൻ വിഭോ ഖലജനഭിതാ ചുഞ്ചുശ്ചഞ്ചു പ്രഗൃഹ്യ ദധാരതം സപതി സഹജാം സന്ദ്രഷ്ടും വാമൃതാം ഖലു പൂതനാമനുജമഖമപ്യഗ്രേ ഗത്വാ പ്രതീക്ഷിതുമേവ വാ ശമനനിലയം യാതേ തസ്മിൻ ഭഗേ സുമനോഗണേ കിരതി സുമനോ വൃന്ദം വൃന്ദാവനാത് ഗൃഹമയ്യതാ ലളിതമുരളീനാദം ദൂരാനിശമ്യ വധൂജനൈ സ്ത്വരിതമുപഗമ്യ രാധാരൂഢമോദമുദീക്ഷിത ജനിതജനനീ നന്ദാനന്ദ സമീരണമന്ദിര പ്രതിതവസത്തെ ശൗരേ ധൂരീകുരുഷ്വ മമാമയാൻ.